നമസ്കാരം, എല്ലാവരും ഉഷാറല്ലേ? അപ്പൊ നമ്മള് ഇന്ന് ദുബായിലെ 4ാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മളിന്ന് ഈ ഹോട്ടലിലെ താമസമൊക്കെ അവസാനിപ്പിച്ചിട്ട് ഇവിടുന്ന് അബുദാബിയിലേക്ക് പോവാണ്. അബുദാബിയിൽ പോണേക്കാളും മുന്നേ നമുക്ക് ഇന്ന് ഇവിടെ ഒരു ദുബായ് സിറ്റി ടൂർ നടത്തണം. നമ്മൾ ഇവിടുത്തെ മെയിൻ സ്ഥലങ്ങളിലൊന്നും പോയില്ല, അതൊക്കെ ഒന്ന് കവർ ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് രാവിലെ തന്നെ. അതിനുവേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ്. ആ ട്രിപ്പൊക്കെ കഴിഞ്ഞു വന്ന് ഉച്ചയോട് കൂടിയിട്ട് നമ്മൾ അബുദാബി പോകാനാണ് പരിപാടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മള് 4 നൈറ്റ് താമസിച്ച ഈ റൂമിനോട് വിട ചൊല്ലി ഇത് അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു, അടിപൊളിയായിരുന്നു, വലിയ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഇറങ്ങാം, എല്ലായിടത്തില്ലേ? ഓക്കെ. അപ്പൊ ഇതാട്ടോ നമ്മുടെ ഇന്നത്തെ ദുബായ് ദർശനത്തിനുള്ള വണ്ടി. എല്ലാവരും റെഡിയായി, ഫുൾ സെറ്റാണ്, ഇറങ്ങാണ് നമ്മള്. നമ്മളപ്പം ആദ്യത്തെ ഡെസ്റ്റിനേഷനായ എയിൻ ദുബായിലേക്ക് വന്നിരിക്കുക കേട്ടോ. നല്ല യമകണ്ഠൻ ജെയിൻവിയിലും പിന്നെ ഇവിടെ ഒരു മെറീനി ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് ഇവിടെ നിന്ന് പോവാന്ന് വിചാരിച്ചു ആദ്യം തന്നെ. ഇവിടുത്തെ ജെയിൻവിയിലുണ്ടല്ലോ സംഭവം ഒരു ഫ്രെയിമിലൊന്നും കൊണ്ടില്ല കേട്ടാ. യമകണ്ഠൻ ഒരു സാധനമാണ്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞത് ഒരു രക്ഷയില്ല, മുട്ടിഞ്ഞ സൈസ്. ഇത് 1 വർഷമായിട്ട് ഇതിവിടെ പ്രവർത്തിക്കണില്ല, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം. ഇനിയിപ്പം ജൂൺ തൊട്ടിട്ട് വീണ്ടും ഇത് പ്രവർത്തനം ആരംഭിക്കുന്നതാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും സംഭവം അടിപൊളിയാട്ടോ. ഇവിടെ വേറെ പ്രത്യേകിച്ച് സംഭവങ്ങൾ കാണാനൊന്നുമില്ല. പക്ഷെ വൈകുന്നേരം വരികയാണെങ്കിൽ ലൈറ്റ് വർക്ക്, ഫയർ വർക്ക്, അങ്ങനെ പരിപാടികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഈ ഏരിയയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാട്ടോ. നമ്മളപ്പോൾ ഇവിടെ മോണോറെയിലിൻ്റെ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചു നമ്മുടെ പാം ജുമേറ മോണോറെയിലിൽ കറങ്ങി ഒന്ന് കാണാമെന്ന്. അപ്പോൾ അതാ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 20 ദിർഹം കേട്ടോ. 5 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട. അപ്പോൾ അതാ ഇതില് 4 സ്റ്റോപ്പാണ് വരുന്നത്. ഒന്ന് നമ്മളിപ്പോൾ നിൽക്കണ ഈ പാം ഗേറ്റ് വേ, അത് കഴിഞ്ഞ് അൽ ഇത്തിഹാദ് പാർക്ക് പോവും, അത് കഴിഞ്ഞ് നക്കീൽ മോള്, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റോപ്പാണ് അറ്റ്ലാന്റിസ് അക്വാ വെഞ്ചർ. ഇവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. അങ്ങനെ നമ്മുടെ മോണോറെയിൽ വന്നു കേട്ടോ. മോണോറെയിൽ ട്രെയിൻ. യെസ്, വിട്ടിരിക്കുക, അതിലിരുന്നോ, ഇതിലിരുന്നല്ലോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഉണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ട്, ഫുള്ളാന്ന് തോന്നണു, കണ്ടില്ലേ? അപ്പൊ ഇതാ പിള്ളേര് 4 ആൾ ഇവിടെ ഇരിക്കണ്ട്. ഇവിടുന്ന് പോകുമ്പോഴുള്ള വ്യൂ അടിപൊളിയാട്ടാ. കേട്ടോ, അവിടെ നമുക്ക് ബുർജ് അൽ അറബ് ഹോട്ടലൊക്കെ കാണാം. ഇതൊരു മറീനയാണ്. ഇതിന്റെ സൈഡിൽ കൂടെ അങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി. കംപ്ലീറ്റ് റെസിഡൻഷ്യൽ ഏരിയ കേട്ടാ, കണ്ടില്ലേ? അടിപൊളി ഫ്ലാറ്റുകള്. ഇതാ നമുക്ക് അവിടെ അറ്റ്ലാന്റിസിന്റെ പുതിയ ഹോട്ടൽ കാണാം കേട്ടോ. ഇത് കണ്ടില്ലേ? അറ്റ്ലാന്റിസിന്റെ 2ാമത്തെ ഹോട്ടലാണിത്, പാമിലുള്ളത്. ഇത് ശരിക്കൊരു പെട്ടി അടക്കി വെച്ച പോലെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? എന്താ എന്റെ ലുക്ക്, എന്താ വ്യൂ. ഇതാണ് കേട്ടോ അറ്റ്ലാന്റിസിന്റെ വാട്ടർ തീം പാർക്ക്. ഇതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ റൈഡുകളുള്ള പാർക്ക്. നമ്മള് ട്രെയിൻ യാത്ര കഴിഞ്ഞ് അറ്റ്ലാന്റിസ് സ്റ്റോപ്പിൽ ഇറങ്ങിട്ടോ. ഇവിടെ നമുക്ക് പഴയ അറ്റ്ലാന്റിസ് പാം ജുമേറയുടെ ബാക്ക് വശം കാണാം കേട്ടോ. അതല്ല, നമ്മൾ ഈ തിരിച്ച് ഈ ട്രെയിനിൽ പോണില്ല, തിരിച്ച് നമ്മുടെ കാർ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ആ കാറിൽ കയറിയിട്ട് നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രശസ്തമായ ബുർജ് അൽ അറബ് ഹോട്ടൽ കേട്ടാ.
ഇവിടെ നമ്മള് അധികം നേരം നിക്കണില്ല, ജസ്റ്റ് ഒരു കറക്കം കറങ്ങി പോവാനാണ്. ഇതാ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതാ ബുർജ് അൽ അറബ്. ഇവിടെയാണ് നമ്മുടെ വൈൽഡ് വാദി ദുബായ് വാട്ടർ പാർക്കും. ഇത് ഇവിടുത്തെ ഒരു പഴയൊരു വാട്ടർ പാർക്കാണ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നമ്മളിതാ പ്രശസ്തമായ ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് ദൂരത്തുനിന്ന് കാണുമ്പോ ഒരു ചെറിയൊരു സംഭവമാണ്, അടുത്തെത്തുമ്പോണ്ടല്ലോ രക്ഷയില്ല. നല്ല യമകണ്ഠൻ അടിപൊളി സംഭവം കേട്ടോ. ഉള്ളിലേക്ക് കയറുന്നില്ല, നമുക്ക് പിള്ളേർക്ക് ആർക്കും കയറാൻ ഇൻട്രസ്റ്റ് ഇല്ല, അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുന്നില്ല. ഇതിന്റെ തൊട്ടടിയിലായിട്ട് തന്നെയാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത്. ഒരു പെരുന്നാളിനുള്ള ആൾക്കാരുണ്ട് കേട്ടാ, അമ്മാതിരി തിരക്കാണ്. ഇതിന്റെ ലീവ് ആയതുകൊണ്ട് എല്ലാ സ്ഥലത്തും അതെ ഭയങ്കര തിരക്കാണ്. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇനി ഇവിടെയും പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, ജസ്റ്റ് എല്ലാം നമ്മളൊരു ഓട്ടപ്രദക്ഷിണം നടത്തി കാണുകയാണ്. അപ്പൊ ഇനി നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഓ, ഇതാണ് കേട്ടോ ഈ ദുബായ് ഫ്രെയിമിന്റെ ഒരു വ്യൂ വരണത്. എല്ലായിടത്തും ഇങ്ങനെ ഭീമാകാരനായ ഓരോ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അടിയിൽ നിന്ന് നോക്കുമ്പോഴാട്ടെ അതിന്റെ സൈസ് അറിയുള്ളൂ. സംഭവം ഫുൾ സെറ്റാണ്, അടിപൊളി. അപ്പൊ നമ്മള് സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരുവിധം ക്ഷീണിച്ചു. ഉച്ചക്ക് ഭക്ഷണം കഴിക്കണം, സമയമാണെങ്കിൽ 2:30. അപ്പൊ നമ്മള് കരാമേലുള്ള പുട്ടിലേക്ക് വന്നിരിക്കട്ടോ. പുട്ടല്ല, പുട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് തിരക്കൊക്കെ കാണാണ്ട്, സീറ്റ് കിട്ടൂലെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാം. പുട്ടില് സീറ്റ് കിട്ടും തോന്നണു കേട്ടോ. എല്ലാരും നേരെ ഉള്ളിൽ കയറി പോയിട്ടുണ്ട്. ആദ്യം നമ്മള് പേരകണ്ണ് കഴിക്കാന്ന് വിചാരിച്ചു. പുട്ടില് കയറാന്നുള്ള ആഗ്രഹം നടന്നില്ല. 1.5 മണിക്കൂറാണ് കേട്ടോ അവിടെ വെയിറ്റിങ്. അത് കാരണം അവിടെ നിന്ന് നമ്മൾ പോന്നു. അടുത്ത റെസ്റ്റോറന്റ് നോക്കാം. പുട്ട് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുറെ റെസ്റ്റോറന്റുകൾ നോക്കി, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കാലിക്കറ്റ്, പാരഗണ്, അത് ഇത് അങ്ങനെ കുറെ നോക്കി. അത് കഴിഞ്ഞ് എല്ലായിടത്തും തിരക്കാർന്നു കേട്ടോ, മുടിഞ്ഞ തിരക്ക്. അവസാനം ഇപ്പൊ കൈസ് തന്നെയാന്ന് തോന്നുന്നതിന് പറയാ, അവിടെ ഒരു 8 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അവിടേക്ക് കയറാൻ പോവാണ്. നമ്മള് കായ്സ്ന്ന് നല്ലൊരു ബിരിയാണിയും കഴിച്ചിറങ്ങിട്ടാ. ബിരിയാണിയും നല്ല മീൽസും അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. വിശപ്പിന്റെ കാഠിന്യം കാരണം വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. ബിരിയാണി അടിപൊളിയായിരുന്നു, പക്ഷെ ചിക്കൻ പീസ് 2 ചെറിയ പീസായിരുന്നു. പ്രൈസ് ആണെങ്കിൽ ഇഷ്ടം മാതിരി. എന്താണെങ്കിലും സംഭവം അടിപൊളിയായിരുന്നു. നമ്മളിതാ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ദുബായിന്ന് അബുദാബിയിലേക്ക് പോണ വഴിക്ക് ആണ് നമ്മുടെ പുതിയ ശ്രീരാമക്ഷേത്രം കേട്ടോ. അബുദാബിയിൽ ഇപ്പം മോദി ഉദ്ഘാടനം ചെയ്ത്. അപ്പൊ നമ്മൾ അവിടെ ഒന്ന് ഇറങ്ങി ആ അമ്പലം കണ്ടിട്ടൊന്ന് പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് ക്യൂല് നിൽക്കാൻ പോവാട്ടോ. കിടക്കണ വഴിക്ക് തന്നെ നമുക്ക് ഒരു കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ശുക്രാൻ. ഫ്രണ്ട് കവാട എത്തിയിട്ടോ. സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നിങ്ങൾക്കൊരു ടിപ്പ് തരാനുള്ളത്, ഈ അമ്പലത്തിൽ ഷോർട്സ് അല്ല അവിടെ അല്ല. ഷോർട്സ് ഇട്ട് വരികയാണെങ്കിൽ ഉള്ളിൽ കയറ്റില്ല, പക്ഷെ അവരെന്നെ ഇവിടെ മുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഞാനിന്ന് ഷോർട്ട് ഇട്ടിട്ടാണ് വന്നത്. മുണ്ട് അവരെന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തരും. ഈ അമ്പലത്തിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു പുതിയ ചർച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ പേര് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യൻ പാരിഷ് എന്നാണ്. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യൻ പാരിഷ് അബുദാബി.
കണ്ടില്ലേ, ഇതിപ്പോ പണി നടന്നുകൊണ്ടിരിക്കണല്ലോ അവിടെ. നമുക്ക് ചെരുപ്പിട്ടിട്ട് അമ്പലത്തിന്റെ ഉള്ളിൽ പോകാൻ പറ്റില്ല. ഇവിടെ ഊരി കൊടുക്കണം കേട്ടോ. അവിടെ റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ചെരുപ്പും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാ നമ്മുടെ ഷൂവും ചെരുപ്പൊക്കെ അവിടെ ഊരി ഇതാ ഈ ഒരു റാക്കിൽ വെച്ചിരിക്കുകയാണ്. ഈ നമ്പറാണിത്. ഈ ആൽഫബറ്റ് ആണിത്. ചെരുപ്പൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇഷ്ടം മാതിരി ആളുകളാട്ടോ, ഭയങ്കര തിരക്കാണ്. നമ്മളിതാ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. നമ്മളതാ ആദ്യത്തെ സ്റ്റെപ്പിൽ കാലെടുത്ത് വെക്കാണ്. നല്ല തിരക്കാട്ടോ, അടിയിലേക്ക് കണ്ടില്ലേ, ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് ബാക്കില്. പക്ഷെ അനുകൂല ഘടകം എന്താന്ന് വെച്ചാൽ നല്ല കാലാവസ്ഥയാണ്. അപ്പൊ എന്താ, നമ്മള് പടിയേറി അമ്പലത്തിന്റെ മുന്നിലെത്തി. ഇതാണ് അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള കാഴ്ച. അപ്പൊ ഇതാ നമ്മള് അമ്പലത്തിന്റെ ഉള്ളിൽ കിടക്കാൻ പോവാട്ടോ. ഇനിയിപ്പം ഇതിന്റെ അപ്പുറം ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അത് കാരണം ദർശനം കഴിഞ്ഞിട്ട് പുറത്തു വരാം. അപ്പൊ നമ്മള് ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തെത്തിട്ടോ. ഞാനും മെസ്സിയും കൂടിയിട്ടാ പോയത്. ഞങ്ങള് എല്ലാം വിശദമായി കണ്ടു തിരിച്ചെത്തി. ഇവിടെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. വെങ്കടാചലപതി, പിന്നെ ശിവനും പാർവതിയും, പിന്നെ ശ്രീരാമനും സീതാദേവിയും, പിന്നെ എന്താ പറയാ, പിന്നെ നമ്മുടെ സാക്ഷാൽ ശ്രീ അയ്യപ്പന്റെ പ്രതിഷ്ഠ വരെ ഇവിടെ ഉണ്ട്. നല്ല അടിപൊളി ദർശനമായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, പക്ഷെ ലൈനൊക്കെ സ്മൂത്തായി പോകണ്ടായിരുന്നു. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അടിപൊളിയായിരുന്നു. അപ്പൊ അതാ നമ്മള് ചെരുപ്പ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചെരുപ്പൊക്കെ എടുത്തു. എല്ലാം വളരെ ഓർഗനൈസ്ഡ് ആട്ടോ. ഒരു ബുദ്ധിമുട്ടും ഇല്ല അവിടെ വന്ന് തൊഴുതു പോവാൻ. ഇതാ മോളിൽ കയറി പോണേന്റെ തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് ഇവിടെ റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇത് റെസ്റ്റ് റൂമാണ്. ഇവിടെയാണ് നമ്മുടെ ഷൂവും കാര്യങ്ങളൊക്കെ വെക്കണ സ്ഥലങ്ങള്. പിന്നെ ഇവിടെ ഒർക്കാട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അതെ, ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കഴിക്കാം. ഇതാണ് ഇവരുടെ പ്രസാദ കൗണ്ടർ കേട്ടോ. അപ്പൊ നമുക്ക് പ്രസാദം കൂടി വാങ്ങിയിട്ട് ഇവിടെ നിന്ന് പോവാം. എന്താ പ്രസാദം? എന്താ പറഞ്ഞ? സാമ്പാർ സാദാണ് കേട്ടോ അവിടുത്തെ പ്രസാദം. എങ്ങനെയുണ്ട് സാമ്പാർ സാദം പ്രസാദം? കുറച്ചെനിക്ക് കേട്ട്. ചൂടാ? നല്ല ചൂടാ. നല്ലതാ. എങ്ങനെയുണ്ട് സിയ? ഗുഡ് പ്രസാദം. എല്ലാവരും പ്രസാദം കഴിക്കട്ടോ. ഈ അമ്പലം തിങ്കളാഴ്ച ഓപ്പൺ ആവില്ല കേട്ടോ. തിങ്കളാഴ്ച ക്ലോസ് ആവും. തിങ്കൾ ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് ദർശനത്തിന് വേണ്ടിയിട്ട് ഈ അമ്പലം ഓപ്പൺ ആണ്. നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. രജിത്തൊക്കെ ഇന്ന് രാത്രി തിരിച്ച് മസ്കറ്റിലേക്ക് പോവാണ്. അപ്പം നമുക്ക് അവരെ അബുദാബി എയർപോർട്ടിൽ കൊണ്ടുവിടണം. അതിനുശേഷം നമ്മൾ ഇന്ന് ഒരു നൈറ്റ് അബുദാബിയിൽ താമസിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നമ്മൾ അബുദാബിയിൽ താമസിച്ചിട്ട് നാളെ വൈകിട്ട് 6:30-ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ കറങ്ങാൻ ഒരു ദിവസം കൂടി ഉണ്ട്. നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അത് വഴിയെ തീരുമാനിക്കാം നമുക്ക്. എന്നാ പിന്നെ ശരിയെന്നാ, നമുക്ക് മസ്കറ്റിന്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് വെച്ച് എന്തെങ്കിലും കാണാം. നാളെ കാണാല്ലേ? ബൈ. അപ്പൊ ശരിയപ്പാ, കാണാന്നാ. രജിത്തിനെയൊക്കെ നമ്മൾ വിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് രാത്രി അബുദാബിയിലാണ് താമസിക്കുന്നത്. അബുദാബിയിൽ ഇതാ എന്റെ പിന്നിൽ കാണുന്ന ഈ സെൻട്രോ ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മൾ യാസ് വേൾഡിലെയും സെൻട്രോയിലെയും വിശേഷങ്ങളായിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇതായി നമ്മുടെ മുന്നിൽ പോണാണ് യാസ് ഐലൻഡിൽ കാണുന്ന എന്താ പറയുന്നത്, ടാക്സി. ഡ്രൈവർ ഇല്ല ടാക്സി. സംഭവം പോണോക്കിയ പുലിയാട്ടാ. അതിന്റെ മുകളിൽ എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് കൺട്രോൾ അതിലാന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ പോണ ഹോട്ടലിലേക്ക് തന്നെയാണല്ലോ റോബോട്ട് കാറും. അതവിടെ നിർത്തി. മനുഷ്യന്മാര് പോലും ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യില്ലാട്ടാ. ആളില്ലാട്ടാ.